ഹലോ മക്കളെ, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ +2 ബോർഡ് എക്സാം റിസൾട്ട് മെയ് മാസം 23 പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങളുടെ ബോർഡ് എക്സാം റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു ജൂൺ മാസം 3 എല്ലാ മക്കളും ഗംഭീരമായ ടെൻഷനിലായിരിക്കും ഈ നിമിഷം ഇരിക്കുന്നുണ്ടാവാം. ഞാൻ കുറച്ച് ഫാക്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാണുന്ന വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരാൾ പോലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ബോർഡ് എക്സാം വന്നിരുന്നത്. വളരെ സുഖമായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചതുമാണ്. പക്ഷേ ഇനിയുള്ള പഠനം എങ്ങനെയായിരിക്കും? +2 ബോർഡ് എക്സാം റിസൾട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങളോടുണ്ട്. ആ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പാരിസൺ മാത്രം. 2023-24 അക്കാദമിക് ഇയർ ഉണ്ടായിരുന്നു, 2024-25 അക്കാദമിക് ഇയർ ഉണ്ടായിരുന്നു. A+കളുടെ കണക്ക് മാത്രമെല്ലാം പരിശോധിക്കാം. 2023-24 അക്കാദമിക് ഇയറിനകത്ത് A+കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സയൻസ് ടീമിനകത്ത് 30,000 മേലെ A+കൾ ഉണ്ടായിരുന്നു, ഫുൾ A+ ഉണ്ടായിരുന്നു. ബട്ട് റൈറ്റ് നൗ 24-25 അക്കാദമിക് ഇയർ കഴിയുമ്പോൾ ഫുൾ A+ വിദ്യാർത്ഥികളുടെ എണ്ണം 8,000-ഓളം കുറഞ്ഞ് 22,000 വിദ്യാർത്ഥികൾ മാത്രമാണ് ഫുൾ A+ നേടിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, A+കളുടെ എണ്ണം കുറയുന്നു. A+ മാത്രമല്ല കുറയുന്നത്, വിജയശതമാനത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്. അത് മാത്രമല്ല കുറയുന്നത്, 2023-24 അക്കാദമിക് ഇയറിനകത്ത് ഫുൾ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 105 ആയിരുന്നു. പക്ഷേ അത് 24-25 ആകുമ്പോൾ 41 വന്നു. അതിനകത്ത് സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, എല്ലാം കൂടിയാണ് 41 എത്തി നിൽക്കുന്നത്. സോ ഫുൾ മാർക്കൊക്കെ കുറയുന്നു, ഫുൾ A+ ഒക്കെ കുറയുന്നു, എല്ലാതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തവണ 2024-25 അക്കാദമിക് ഇയറിലെ കെമിസ്ട്രി A+ നോക്കുമ്പോൾ 30,000 വിദ്യാർത്ഥികൾക്കാണ് കെമിസ്ട്രിയിൽ A+ ലഭിച്ചത്. അത് മാത്സ് ആകുമ്പോൾ 42,000, ഫിസിക്സ് ആകുമ്പോൾ 43,000. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം തന്നെ 43,000 വിദ്യാർത്ഥികളോളം A+ ലഭിച്ചപ്പോൾ കെമിസ്ട്രി മാത്രം 30,000-ലേക്ക് ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, +2 കെമിസ്ട്രി ബോർഡ് എക്സാം അത്രമേൽ ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം ഞങ്ങൾ നേരിടുന്ന ചോദ്യമുണ്ട്, വേറൊന്നുമല്ല, സാർ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഉണ്ടാവുമോ, സാർ സേ പരീക്ഷ ക്ലാസ് ഉണ്ടാകുമോ? ഇതാണ് ഞങ്ങളെല്ലാവരും നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വേറൊന്നുമല്ല, അത്രമേൽ ആളുകൾ ഇപ്പോൾ സേ ക്ലാസ്സിനും ഇപ്പോൾ ഇമ്പ്രൂവ്ഡ് ക്ലാസ്സിനും വേണ്ടി പഠിക്കുന്നുണ്ട്. സോ ഇത്രമേൽ ആളുകൾ തോൽക്കുമ്പോൾ, ഇത്രമേൽ ആളുകൾക്ക് മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മാർക്കിലേക്ക് എത്താതിരിക്കാനാണ്. വീണ്ടും ആവർത്തിക്കുന്നു, +2 പഠിക്കാൻ വേണ്ടിയുണ്ട്. നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, +2 പഠിക്കാൻ വേണ്ടിയുണ്ട്. +1 പോലെയല്ല, കുറച്ചും കൂടി നമുക്ക് എന്താണ് ഇൻ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടിയുണ്ട്. +1 ഡിഫിക്കൽറ്റി വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരാനുള്ളൊരു ഡിഫിക്കൽറ്റി ആയിരുന്നു. സിലബസ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ബട്ട് 10th നിന്ന് 11th വരുമ്പോൾ ഒരു ജമ്പ് ഉണ്ടായിരുന്നു. ആ കാണുന്ന ജമ്പ് അതൊരു ട്രാക്കിലേക്ക് മാറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാ മക്കളും ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞു. ഈ കാണുന്ന പഠനം ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം ഗംഭീരമായിട്ട്. അവസാന മാസങ്ങൾ, അതായത് നിങ്ങൾ ജനുവരി മാസവും ഫെബ്രുവരി മാസവും മാർച്ചിലും തന്നെ പഠിച്ച ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കപ്പാസിറ്റി നിങ്ങളുടെ അതിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം. സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു, തിരിച്ചു വരേണ്ട സമയം ആയിക്കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് അക്കാദമിക് ഇയറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള വർഷം, ഒരുപാട് ആഘോഷങ്ങളും എല്ലാം തന്നെ വരാൻ വേണ്ടി ഒരു വർഷമാണ് നിങ്ങൾക്ക് 2025-26 അക്കാദമിക് ഇയർ. ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഓണവും ക്രിസ്മസും ടൂറും എല്ലാം ഉണ്ടാവും. ഇതിന് പുറമെ പഠനത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട വർഷമാണത്. അതായത് ലാബ് എക്സാം ഉണ്ടാവും, പ്രാക്ടിക്കൽ എക്സാംസ്, റെക്കോർഡിൻ്റെ വർക്കുകൾ ഉണ്ടാകും, മെയിൻ എക്സാം ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ഓണപരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് ഉണ്ടാവും, എല്ലാം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇത്ര വലിയ പരീക്ഷകൾ എഴുതേണ്ട ഒരു അക്കാദമിക് ഇയറാണ് 25-26. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അധികം കൂടുതൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വർഷമാണ് 25-26. അതുകൂടി മനസ്സിലാക്കി വെക്കണം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ സൈലത്തിനകത്തൊരു സെക്കൻഡ് ബാച്ച് ഉണ്ടാകുമോ എന്ന്. മക്കൾ, നിങ്ങൾക്ക് വേണ്ടി അഗ്നി 2.0 നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്നി 2.0 ക്ലാസ്സിൽ നമ്മൾ ജൂൺ മാസം 4 ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. സോ സ്കൂളിനകത്ത് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ അത് ഗംഭീരമായിട്ട് നമ്മൾ അഗ്നി ബാച്ചിലൂടെ പഠിച്ചു തീർത്ത് ഏറ്റവും ഗംഭീരമായ സ്കോറിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഇതേവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് അക്കാദമിക് ഇയറിനകത്ത് സൈലത്തിൽ നിന്ന് പഠിച്ച 5 വിദ്യാർത്ഥികൾക്കാണ് 1200-ൽ 1200 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. സയൻസ് വിദ്യാർത്ഥികൾക്ക് എത്ര ഗംഭീരമാണ് സൈലത്തിൻ്റെ റിസൾട്ടുകൾ. ഇതിന് പുറമെ 1199 ആയിക്കോട്ടെ, 1198 ആയിക്കോട്ടെ, അതായത് 90% മേലെ മാർക്കുള്ള നിരവധി വിദ്യാർത്ഥികളാണ് സൈലത്തിൽ നിന്ന് അഗ്നി ബാച്ചിൽ പഠിച്ച് ഈ അക്കാദമിക് ഇയർ ഇറങ്ങിപ്പോയത്. സോ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. A+ എണ്ണം കുറയുമായിരിക്കാം, പക്ഷേ സൈലത്തിൻ്റെ അഗ്നി ബാച്ച് റിസൾട്ട് എക്കാലവും കൂടുക തന്നെ ചെയ്തിട്ടുള്ളൂ. നാളെ നിങ്ങൾക്കും ഈ കാണുന്ന ഫോട്ടോയ്ക്കകത്തുള്ള ആൾക്കാരെ പോലെ ആകാം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗംഭീരമായ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. +1 മാർക്ക് കുറഞ്ഞു എന്ന് ഒരാൾക്ക് പോലും വിഷമം ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വളരെ ചിട്ടയായ സ്റ്റഡി, വളരെ ചിട്ടയായ പഠനം, വളരെ കൃത്യമായ ടൈം ടേബിൾ തന്നെയാണ് നമുക്ക് ആവശ്യം. കൃത്യമായ ടൈം ടേബിൾ, ചിട്ടയായ പഠനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും ഗംഭീരമായി പഠിച്ച് നമ്മൾ 11th ഇംപ്രൂവ്മെന്റ് എക്സാമും 12th മെയിൻ എക്സാമും എല്ലാം ക്രാക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ്. നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ +2 അംഗം.